പാടില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടണം. അവരെ സ്വതന്ത്രമായിട്ട് വിടണം. രണ്ടാമത്തേത്, അവരിൽ അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കണം. ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും വാശിയും ദേഷ്യവും തർക്കവും വാപ്പാനോടും മാറുമൊക്കെ അല്ലേ? അതിന് എന്നോട് പറയുന്നത് ഞാനെന്താ ചെയ്യുന്നത് ഒന്നുപോലെ. രണ്ടാമത്തേത് ദേഷ്യം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ആരാധനയിൽ താല്പര്യക്കുറവ്. വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ താല്പര്യക്കുറവാണ്. സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഖുർആനോദിന്റെ കാര്യത്തിലാണെങ്കിലും താല്പര്യക്കുറവ്. നാലാമത്തെ ഒരു ലക്ഷണം, ആഘോഷങ്ങളിൽ അമിതമായ ആവേശമാണ്. ഏതാഘോഷം? എല്ലാ ആഘോഷവും എല്ലാം ആഘോഷമാക്കി മാറ്റി ആഘോഷിച്ച് തീർക്കുക. സ്കൂളിലാണെങ്കിൽ സെന്റ് ഓഫ് ആഘോഷിക്കുക, ആനുവൽ ഡേ ആഘോഷിക്കുക, ഓണാഘോഷം, പെരുന്നാൾ ആഘോഷം, എല്ലാം ആഘോഷിച്ച് തീർക്കുക. ആഘോഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്. അതിനുവേണ്ടി ഏത് വേഷം കിട്ടുന്നതിനും കുഴപ്പമില്ല, ആരുടെ കൂടെ കൂടുന്നതിനും കുഴപ്പമില്ല, എവിടെയും പോകുന്നതിനും കുഴപ്പമില്ല. അഞ്ചാമത്തെ ഒരു പ്രശ്നം, ഉറക്ക് കുറവ്. രാത്രിയിൽ വളരെ വൈകിയാണ് പലരും ഉറങ്ങുന്നത്, നേരം വൈകിയാണ് ഉണരുക. മറ്റൊരു പ്രശ്നം, സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റാണ്. കുട്ടികളൊക്കെ മൊബൈൽ ഫോണിനും ടാബിനും ഇന്റർനെറ്റിനും അഡിക്റ്റായി കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയെ ഗ്രസിച്ചിരിക്കുന്നത് ലിബറലിസം, മതനിരാസം കുട്ടിയെ കവർന്നു തിന്നുകൊണ്ടിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മദ്രസയിൽ വരുന്നുണ്ടാവും, ഇസ്ലാമിക വേഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ഉള്ളിൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? ഇന്നത്തെ ചുറ്റുപാടിൽ അതിനാണ് അമിതമായ പ്രാധാന്യം. പൊതുസമൂഹം അല്ലെ, ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മതപരമായ വിശ്വാസം ആചാരം അതൊക്കെ ഒരു പഴഞ്ചനാണ്. അതൊക്കെ ഒരു പഴഞ്ചൻ. മതപരമായ ഒരു വേഷം ഉണ്ടാവുക, അത് വിശ്വാസ കാര്യങ്ങൾ അതൊക്കെ അന്ധവിശ്വാസമാണ്. ഈ രീതിയിലേക്ക് ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ലിബറൽ ചിന്താഗതി. ഞാനെന്ന് വേറെ പറയും കേട്ടോ, എനിക്ക് ഒരു വർഷത്തിൽ 80 മദ്രസയാണ് പരിശോധിക്കാനുള്ള ഡ്യൂട്ടിയുള്ളത്. ഓരോ വർഷവും ഓരോ ജില്ലകളിൽ 80 വർഷങ്ങൾ കവർ ചെയ്യുന്ന ആളാണ്. ഒരു മദ്രസയിൽ പോയ സമയത്തുണ്ടായ അനുഭവമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്നത്. റബീഉൽ അവ്വൽ മാസത്തിലായ ഉസ്താദ് ചോദിച്ചു, മോൾ സ്വലാത്ത് ശരിയാണോ? ആ കുട്ടി നല്ല ഞാൻ പാട്ട് പാടിയതാണ്. അപ്പോ ഉസ്താദ് ചോദിച്ചു, ആ നബിദിനെ കാണല്ലോ. കുട്ടികളെ പരിപാടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണല്ലോ, മുത്തനബിനെ പറ്റിയുള്ള പാട്ടായിരിക്കൂലേ? നല്ല ഉസ്താദ്, ഞാനത് ഇംഗ്ലീഷ് പാട്ടാ പാടി. ഇംഗ്ലീഷ് പാട്ടോ? എവിടുന്നാ പാട്ട് ചെയ്യുന്നത്? യൂട്യൂബിലൊക്കെ കിട്ടുന്ന ഇംഗ്ലീഷ് പാട്ട് മദ്രസകളൊന്നാണ് ഈ പാടുന്നത്. പിന്നെ മറുപടി, മദ്രസയിലായിരുന്നു ഞാൻ പാട്ട് പാടിയിട്ടുള്ളൂ, വീട്ടിലാണെങ്കിൽ പാട്ടിന്റെ കൂടെ ഡാൻസും കളിക്കായിരുന്നു. എത്ര ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്. അടുത്ത മറുപടിയാണ് ഇഷ്ടം. ഉസ്താദിന് കാര്യം മനസ്സിലായി, കുട്ടിയുടെ പോക്കത്ര പന്തി അറിയാം, കുട്ടി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. ഉസ്താദിന് ഉപദേശിച്ചു കൊടുക്കും, മോനെ 10ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ, ഇങ്ങനെ പാട്ടും ഡാൻസിലും കളിച്ച് ജീവിക്കേണ്ട കാലമാണ്, നമുക്ക് മരിക്കണ്ടേ, മുസ്ലിമീങ്ങളിലെ നമുക്ക് സ്വർഗത്ത് പോകണ്ടേ എന്നൊക്കെ നല്ല നിലയ്ക്ക് ഉസ്താദ് ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഉസ്താദെ സ്വർഗം ഉണ്ട് എന്താ ഉറപ്പ്? സ്വർഗം ഉണ്ടെന്നുണ്ടോ? ഇതൊരു വെറും വാക്കായിട്ട് കാണാൻ പറ്റുമോ നമുക്ക്? സ്വർഗം ഉണ്ട് ആരാ പറഞ്ഞത്? അല്ലാഹ് അല്ലേ? കുട്ടിക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടപ്പോ
സ്വർഗ്ഗമുണ്ട് നമ്മൾ പഠിപ്പിച്ചു തന്നവരാണ് വിശ്വാസമുണ്ടോ? സ്വർഗ്ഗമുണ്ട് എന്നുള്ള തെളിവ് പ്രമാണം എന്താണ്? ഖുർആനിൽ വിശ്വാസമുണ്ട്. ഈ കുട്ടിയുടെ ഹൃദയത്തിൽ വിശ്വാസത്തിലൂടെ 10ാം ക്ലാസ് പഠിക്കാണ്, ഇസ്ലാമിക വേഷക്കാണ്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വാസം. ഇന്ന് വളർന്നു വരുന്ന തലമുറയിലെ മിക്കവാറും കുട്ടികളിലുള്ള അവസ്ഥ പഠിച്ചു നോക്കുമ്പോൾ ഈ ഒരു അനുഭവം ഞാൻ വേറെ മദ്രസയിൽ ഇതേപോലെ രക്ഷിതാക്കളെ മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവിടുത്തെ സദർ ഉസ്താദ് സ്വകാര്യമായിട്ട് കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഒരു ടൂർ സംഘടിപ്പിക്കാൻ ഇവർക്ക് എവിടേക്ക് പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചു. 2 കുട്ടികളോട് മക്കത്തും മദീനത്ത് പോകാൻ ഇഷ്ടമുണ്ട്, ബാക്കി കുട്ടികളോട് തുർക്കി പോകാനാണ് ഇഷ്ടം. അപ്പൊ എന്താ തുർക്കി? അപ്പോഴാണ് ഇന്നലത്തെ പെൺകുട്ടിയുടെ ടിസ്റ്റ് മനസ്സിലാകുന്നത്. തുർക്കിയിലാണത്രേ ഈ പാട്ടും ഡാൻസും വ്യാപകമായിട്ട് നടക്കുന്നത്. ആ പാട്ടും ഡാൻസും കണ്ടിട്ടാണ് ഈ കുട്ടിക്ക് താല്പര്യം ഉണ്ടായത്. ഏകദേശം കുട്ടികളൊക്കെ തുർക്കിയിലെ പാട്ടിന്റെ ഡാൻസിന് ഫാൻസുകാരാണ്. ഇവിടേക്കാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് മക്കളിൽ ചെറിയ പ്രായത്തിൽ തന്നെ മതബോധം, ഇസ്ലാമിക ചിന്ത, അതിന്റെ ആരാധന, അതിന്റെ അദബ് നമ്മൾ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ നമ്മളിൽ നിന്ന് കൈവിട്ട് പോകും. കുട്ടികൾ കേട് വന്നിട്ട് നന്നാവണേന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചീഞ്ഞ സാധനം നന്നാക്കാൻ കഴിയുമോ? നമ്മുടെ പണി എന്താ? അത് കേട് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കേട് വരാതെ അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളെ രക്ഷിതാക്കളല്ലേ? എന്താണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാല്? രക്ഷപ്പെടുത്തുന്നവരാണ്. എവിടുന്ന് രക്ഷപ്പെടുത്തുക? ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തണം. അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പണി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ രക്ഷിതാവ്. അല്ലെങ്കിൽ എന്തിനു പറ്റുമെന്നറിയാം? ആ അഡ്മിഷൻ ഫോമിൽ ഒപ്പിടാൻ പറ്റും, രക്ഷിതാവ് പേരിൽ ഒപ്പിടാൻ പറ്റും. നമ്മൾ ഈ പണിയെടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. 7ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് മാത്സിന് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ട്യൂഷൻ കൊടുക്കൂല്ലേ? ഇംഗ്ലീഷാണ് കുറവെങ്കിൽ ഇംഗ്ലീഷിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും അല്ലെ? കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ സയൻസിന് ട്യൂഷൻ കൊടുക്കും. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഖുർആൻ ഓതാൻ കിട്ടുമെങ്കിലോ മദ്രസ നിർത്തും, ഉസ്താദുമാരെ കുറ്റാൻ പറയും. ഈ ഉസ്താദുമാരൊന്നും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലേ? പരിഹാരം എന്താ? 1ാം ക്ലാസ്സിൽ 20 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ എത്ര കുട്ടിയാണ്? ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സമരം എന്താണ്? ഇപ്പൊ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ളതാ? +1 കിട്ടാൻ വേണ്ടിയിട്ട്. മദ്രസയിൽ +1 വേണ്ടി കുട്ടികളെ കിട്ടാൻ വേണ്ടിയ സമരം അല്ലേ? കുട്ടികളെ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. നമ്മുടെ മദ്രസയിൽ വരുമ്പോൾ ക്ലാസ്സുകളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികളെ 2ാം ക്ലാസ്സിൽ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് മുതൽ സൂറത്തുൽ നാസ് വരെ പഠിക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിൽ സൂറത്തുൽ റൂം മുതൽ സൂറത്തുൽ മുൽക്ക് വരെ പഠിക്കും. 4ൽ അംഫാൽ മുതൽ റൂം വരെ പഠിക്കും. 5ൽ സൂറത്തുൽ ഫാത്തിഹ ബഖറ മുതൽ ഇങ്ങോട്ട് പഠിക്കും. 5ാം ക്ലാസ് കഴിയുന്നതോടുകൂടെ ഖുർആൻ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. പൊതുപരീക്ഷ കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ബോർഡ് ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്താണ് ഈ സർട്ടിഫിക്കറ്റിന്റെ വില? പലരും വില മനസ്സിലാക്കാത്തതുകൊണ്ട് ഇപ്പോൾ മദ്രസയിൽ അലമാര കിടക്കുന്നുണ്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവില്ല. എന്താ സർട്ടിഫിക്കറ്റിന്റെ വില നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഖുർആൻ ഓതാറില്ലേ? ഇല്ലേ? ഖുർആൻ ഖത്തം തീർക്കാറില്ലേ? പലപ്പോഴും നമ്മൾ ഖത്തം തീർത്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ,
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയൂ. കേട്ടവരാരെങ്കിലും ഉണ്ടോ? ആരെയും കേട്ടണോ? ഖുർആൻ മുഴുവനും ആരും കേട്ടണോ? ഇല്ല, നമുക്കത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ കഴിയുമ്പോഴേക്ക് കുട്ടികൾ ഖുർആൻ മുഴുവനും ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. 2ാം ക്ലാസ്സിൽ മുൽക്ക് മുതൽ നാസ് വരെ കേട്ടു, 3 റൂം മുതൽ മുൽക്ക് വരെ കേട്ടു, 4 അംഫാൻ മുതൽ റൂം വരെ കേട്ടു, 5 അൽബഖറ മുതൽ ഇങ്ങോട്ട് കേട്ടു. 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഖുർആൻ മുഴുവനും നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നടക്കുന്ന 4 ഘടകങ്ങളുണ്ട്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഇത് 4 നടക്കുമ്പോഴാണ് കൃത്യമായിട്ട് പഠനം നടക്കുക. അതിൽ ഒന്നാമത്തേത് ലിസണിംഗ് ആണ്, കേൾക്കുക. ഖുർആൻ പഠനത്തിൽ പ്രധാനം ഉസ്താദിൽ നിന്ന് കേൾക്കുക എന്നതാണ്. 2ാമത്തേത് ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ കുട്ടി കേട്ടിട്ട് ഓതും. നോക്കി ഓതുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കേട്ടിട്ട് ഓതിയാലോ കറക്റ്റായിരിക്കും. ഉസ്താദ് ഓതിയത് അപ്പം തന്നെ കേട്ടിട്ട് ഓതുക. 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് 1-ലധികം തവണ ഖുർആൻ മുഴുവൻ ശരിയായ രീതിയിൽ കുട്ടി ഓതിയിട്ടുണ്ടാകും. 3ാമത്തേത് ഖുർആൻ ഓതുമ്പോൾ അതിലേക്ക് നോക്കിയിട്ടാണല്ലോ ഓതുക. ഉസ്താദ് ഓതി കൊടുക്കുമ്പോൾ നോക്കുമല്ലോ. അപ്പോൾ 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഖുർആൻ മുഴുവനായിട്ടും ഖുർആനിന്റെ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും ഓരോ വരികളും ഓരോ അക്ഷരങ്ങളും കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. ഖുർആൻ മുഴുവനായിട്ട് കേൾക്കുകയും കാണുകയും ഓതുകയും ചെയ്തതിനുള്ള അംഗീകാരമാണ് 5ാം ക്ലാസ് പാസ്സായ കുട്ടിക്ക് വിദ്യാഭ്യാസത്തോട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതിന് വില ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 5ാം ക്ലാസ് പാസ്സായ കുട്ടിക്ക് നമ്മളെന്താ കൊടുത്തത്? എന്ത് അംഗീകാരം കൊടുത്തത്? എന്ത് പാരിതോഷികം കൊടുത്തത്? നമ്മൾ കൊടുക്കും 10ാം ക്ലാസ്സിൽ SSLC പാസ്സായാൽ ഫുൾ A+ കിട്ടിയത് മൊബൈൽ വാങ്ങി കൊടുക്കും. അതോടെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ 7ാം ക്ലാസ് കഴിഞ്ഞ ഉസ്താദ് സൂചിപ്പിച്ചു ഖുർആനൊക്കെ പഠിച്ച മറന്നു പോകുന്നുണ്ട്? 2ാം ക്ലാസ്സിൽ സൂറത്തുൽ ഫീൽ വരെയുള്ള 10 സൂറത്തുകൾ കാണാതെ പഠിക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിൽ സൂറത്തുൽ ഹുമസ മുതൽ സൂറത്തുൽ ദുഹ വരെ കാണാതെ പഠിക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ സബ്ഹിസ്മ മുതൽ സൂറത്തുൽ ലൈൽ വരെ ഇങ്ങോട്ടും ആയത്തുൽ കുർസി, അംനസുൽ ലോൻസൽ പഠിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ സൂറത്തുൽ യാസീൻ, 6 സൂറത്തുൽ മുൽക്ക്, 8 സൂറത്തുൽ വാഖിഅ, 8 ഒക്കെ മറന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല, ഞാൻ പറഞ്ഞല്ലോ 80 മദ്രസകൾ എനിക്ക് ഓരോ വർഷം ഡ്യൂട്ടിയാണ്. അങ്ങനെ ഓരോ വർഷവും ഞാൻ 100 കണക്കിന് മദ്രസകൾ കയറി ഇറക്കി. ഇന്നും രാവിലെ കമ്പളക്കാട് മദ്രസയിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെ നോക്കി 1-2 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലും ഓർമ്മയുള്ളത്. എന്തുകൊണ്ട് മറന്നു പോകുന്നു? എന്തുകൊണ്ട് മറക്കുന്നു എന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലോ. ഇത്രയും സൂറത്തുകൾ എന്റെ കുട്ടി പഠിച്ചിട്ടുണ്ട് എന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം? കുട്ടിക്ക് വാഖിഅ അറിയാം, യാസീൻ അറിയാം, മുൽക്ക് അറിയാം, ആയത്തുൽ കുർസി അറിയാം, അംനസുൽ അറിയാം, ലോൻസൽ അറിയാം. നമുക്കറിയോ? നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മുടെ കുട്ടികൾ വന്നിട്ട് ഇപ്പ ഞാൻ യാസീനും പഠിച്ച് ഉസ്താദിന് ഓതി കൊടുത്തു, ഉമ്മ ഞാൻ സൂറത്തുൽ മുൽക്ക് പഠിച്ചു ഉസ്താദിന് ഓതി കൊടുത്തു. നമ്മൾ പറഞ്ഞ മറുപടി എന്താ? പഠിക്കണ്ടേ? എന്നല്ലേ ഉസ്താദ് പറഞ്ഞേക്കുന്നത്? എന്നല്ലേ പഠിച്ചത്? പഠിക്കണ്ടേ? ഈ വർത്താനം നമ്മൾ പറയാം. ഇതിനപ്പുറത്ത് യാസീൻ പഠിച്ചോ, കേൾക്കട്ടെ, ഓതിക്കൊണ്ടപ്പോ ഒന്ന് കേൾക്കട്ടെ. ഒരു 5 മിനിറ്റ് ആ പഠിച്ചതൊന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ ആ കുട്ടികൾക്കൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ഞാൻ പഠിച്ചത് എൻ്റെ ഉപ്പാനെനിക്ക് കേൾപ്പിക്കാൻ കഴിയില്ലല്ലോ, എൻ്റെ ഉമ്മാനെനിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഉപ്പ അറിഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആയത്തുൽ കുർസി പഠിച്ചില്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത രക്ഷിതാവുണ്ടോ എന്ന് പറഞ്ഞേ? ആയത്തുൽ കുർസി പഠിച്ചു എന്നപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തത്. നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാറില്ലേ? ഇല്ലേ? ഷവർമ, അൽഫാമ വാങ്ങിക്കൊടുക്കാറില്ലേ? യാസീൻ പഠിച്ചതിന്റെ പേരിൽ ഒരു അൽഫാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഒന്ന് മാറി ചിന്തിച്ചു നോക്കി.
കുട്ടികൾ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം, ആറ്റുപസിയോട് ഓടിത്തരണം അല്ലേ, പറഞ്ഞൂടെ അല്ലേ? അൽഫാം എന്ന് പറയുമ്പോൾ അൽഫാം ഒക്കെ ആയിക്കോട്ടെ, ഗ്യാസിൽ ഓടി തന്ന അൽഫാം വാങ്ങിത്തരാം. നമ്മൾ എന്തായാലും വാങ്ങിക്കൊടുക്കും, ഒരു ഡിമാൻഡ് വെക്കുക. എന്നാൽ കുട്ടികൾക്ക് എന്തായാലും അറിയോ, ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കുട്ടികൾ അതിനു വേണ്ടി മെനക്കെടും. ഇടയ്ക്കിടയ്ക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുകയും ചെയ്യും, മറക്കില്ല അല്ലേ? ഉണ്ടാവില്ലേ? ഒരു പരിഗണന, ഒരു അംഗീകാരം, കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം, ഒരു പാരിതോഷികം നമ്മൾ കൊടുക്കണം. കുട്ടികളത് ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾ ഉപ്പയിൽ നിന്ന് അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. ഈ അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് അവർ കിട്ടുന്നിടത്തേക്ക് പോകുന്നത്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും കിട്ടാതെയാകുമ്പോൾ അത് കിട്ടുന്നിടത്ത് അത് സ്വീകരിക്കും. 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിനി സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോം മാറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ 3/4 മണിക്കൂറാ സമയം. ആണോ അല്ലേ? +1 ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറാവും, +2 ആണെങ്കിൽ 1.5 മണിക്കൂറാവും. കൂടിനനുസരിച്ച് സമയം കിട്ടും. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 3/4 മണിക്കൂറായി കുട്ടി കുളിക്കാൻ വേണ്ടി കയറിയിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി യൂണിഫോം മാറി ഇറങ്ങും. ഉമ്മന്റെ ഭർത്താവുണ്ട്, ഇത്ര നേരം ഞാൻ കയറിയിട്ട് അതൊക്കെ എന്റെ അവിടെ പണി, ഈ ആരെ കാണാനാ പോണ്, ഈ ആരാണോ വിചാരം, ഈ എന്താ ഇങ്ങനെ ഒരുങ്ങി പോണേ? ഇത് കേൾക്കുന്ന കുട്ടി ഏറലായി. അവൾ നല്ല പ്രതീക്ഷയിലും 1/2 മണിക്കൂർ കണ്ണാടിന് മുമ്പിൽ നിന്ന് ചമഞ്ഞ് ഒരുക്കി വന്നപ്പോ കേട്ട വർത്താനം എന്താ? എനിക്ക് ചായം വേണ്ട, അവളെ വേഗം സ്കൂളിൽ കടന്നു പോകും. പോണ പോക്കിന് വഴിമൽ നിന്ന് ഒരു ബൈക്കോട്ട് ചെറുപ്പക്കാരൻ വന്നിട്ട് അന്റെ ഡ്രസ് ഉണ്ടല്ലോ പൊളിച്ചിട്ടുണ്ട്, തനിക്ക് പറ്റിയ ഡ്രസ്സാ, ഷോള് റോള് ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് രസം കാണാൻ. ആ ചെറുപ്പക്കാരുടെ ബൈക്കമ്മ കയറിയിട്ട് ഓട് പോയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ നമ്മൾ കണ്ടിട്ട് കാര്യമുണ്ടോ? കോടതിയിലെത്തിയിട്ട് മകളെ വാപ്പ വിളിക്കാൻ, മോളെ നമ്മളെ വീട്ടിലേക്ക് പോവാ, ഈ ഏതോ ചെറുപ്പക്കാരുടെ കൂടെ പോയാൽ ഇങ്ങനെ ശരിയാവുക, ഈ നമ്മളെ വീട്ടിലേക്ക് പോവാ, മോളിപ്പന്റെ കൂടെ പോര്, ഇപ്പന്റെ കുട്ടിയല്ലേ. അപ്പൊ മോള് തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ മോളുണ്ടായത്? 10-19 കൊല്ലായിട്ട് നിങ്ങൾ ഇന്നവരെ മോളേനെ വിളിച്ചിരിക്കണം, ഇപ്പോഴല്ലേ നിങ്ങൾ മോളേനെ വിളിക്കുന്നത്? ഇതുവരെ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഈ വർത്താനം ചെയ്യുന്നത്. മോളേനെ വിളിക്കുന്നത് കോടതിയിൽ എത്തുമ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ബാപ്പയെ മോളേനെ വിളിക്കുന്ന, മോനേനെ വിളിക്കുന്ന ആ ഒരു സ്നേഹം മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടുന്നിടത്ത് നമുക്ക് സമ്പാദിക്കും. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്, ആശീർവാദം കൊടുക്കേണ്ടത് നമ്മളെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്തും അവരെ അംഗീകരിച്ചും അവരെ പരിഗണിച്ചും അവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടത് ചെയ്യണം. നമ്മളെ രക്ഷിതാവാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ബോധത്തിൽ അവരെ തീരിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മൾ അവർക്ക് ചെറുപ്പം മുതലേ നല്ല ശീലങ്ങൾ കൊടുക്കുക. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. 1, മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ റോൾ മോഡൽ ആവുക, മാതൃകയാവുക. കാരണം കുട്ടികൾ കണ്ടുപിടിക്കുന്നത് ആരെയാണ്? മാതാപിതാക്കളെ അല്ലെ? മദ്രസയിൽ 20 കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ക്ലാസ്സിലുള്ള? 1.5 മണിക്കൂർ. 1.5 മണിക്കൂറിനിടയിൽ 3 വിഷയം എടുക്കണം. അപ്പൊ ഒരു വിഷയം എടുക്കാൻ എത്ര മണിക്കൂർ? അരമണിക്കൂർ. 20 കുട്ടികൾക്ക് കൂടി അരമണിക്കൂർ വിഭജിച്ചാൽ എത്ര മിനിറ്റ് ഇട്ടു ഒരു കുട്ടിക്ക്? 1.5 മിനിറ്റ്. ഒരു കുട്ടിക്ക് എത്ര കഴിക്കാം? 1.5 മിനിറ്റ് അല്ലേ? 1.5 മിനിറ്റ് ഒരു കുട്ടിക്ക് ഒരു ഉസ്താദിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ് 1.5 മിനിറ്റ് ക്ലാസ് എടുത്ത് ബാക്കി സ്ഥലം കൊണ്ടുപോകാമല്ലേ? അതല്ല, വളരെ ചുരുങ്ങിയ സമയമാണ് ഉസ്താദുമാരെ കയ്യിൽ കുട്ടികളെ കിട്ടുക.
ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുകയും വേണം. എന്നാൽ ഇതിനെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച വിഷയങ്ങളെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ് അല്ലെ? കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കണ്ടിട്ടാണ്. അപ്പോൾ ഉമ്മയിലും ഉപ്പയിലും ദീനുണ്ടെങ്കിൽ അത് കുട്ടികൾ കണ്ടുപിടിക്കും. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട 2 കാര്യങ്ങളാണ്. 1 ദീൻ കിട്ടണം, 2 സ്നേഹം കിട്ടണം. ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കൊടുക്കും, മനസ്സ് നിറച്ച് സ്നേഹം കൊടുക്കണം. രണ്ടാമത് ദീൻ കൊടുക്കണം. ഇത് രണ്ടും കുട്ടികൾ വീട്ടിൽ നിന്ന് കാണണം. അത് കണ്ട് മാതാപിതാക്കളെ കണ്ട് ശീലിക്കുമ്പോഴാണ് കുട്ടികൾ അതിനെ അനുകരിക്കുക. തീർച്ചയായും മാതാപിതാക്കളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് മക്കൾ, സംശയമില്ല. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്വഭാവം ആരിലുണ്ടാവും? മാതാപിതാക്കളുണ്ടാവും, കുട്ടികളിലുണ്ടാവും. 1ാം ക്ലാസ് ബോർഡ് എഴുതാൻ വേണ്ടി കൊടുത്തു ഉസ്താദ്. അങ്ങനെ എഴുതാൻ വേണ്ടി കൊടുത്തിട്ട് എല്ലാം എഴുതിയിട്ട് കുട്ടികളോട് പറയാം എല്ലാവരും എഴുതി സ്ലേറ്റ് നിറച്ച് എഴുതി പന്തോട്ട് എഴുതിയെന്നാണ്. അപ്പൊ ഒരു കുട്ടി ബാക്കിൽ എഴുതിട്ട് ഉസ്താദ് പോയി ഇവരെന്താ ഈ വർത്തമാനം, എല്ലാവരും എഴുതുമ്പോൾ മാത്രം തന്നെ വർത്തമാനം പറയുന്നത്. അങ്ങനെ പോയി കുട്ടി പറയുകയാണ്, അത് ഉസ്താദ് ഇത് പണിയെ കാട്ടണേ. ഉസ്താദ് ഉരുട്ടെന്ന് കൊണ്ടിലേക്ക് ഞങ്ങളോട് ഇങ്ങനെ 10 ഡേ വന്നത് എന്നും ഞങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്. വേറെ പഠിക്കില്ല, ഞങ്ങൾക്ക് ഇരിക്കുന്നത് ഞങ്ങളുടെ ഊരിട്ടില്ലേ പോലെ ഞങ്ങളുടെ 10 ഡേ ഇരിക്കുന്നത്. അപ്പൊ ഈ കുട്ടീനെ കുട്ടി പഠിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. കുട്ടി ഇത് എവിടുന്നാ പഠിച്ചത്? വീട്ടിൽ നിന്നാണ് പഠിച്ചത്. രാവിലെ വാപ്പ ജോലിക്ക് പോകുമ്പോ ഉമ്മനെ എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം കേട്ടോ, കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം കേട്ടോ, ആ കേസാര വന്ന പൈസ കൊടുക്കണം കേട്ടോ, വീട്ടിലെ പണിയൊക്കെ ചെയ്യണം കേട്ടോ, റേഷൻ കടയിൽ പോയി അരി വാങ്ങണം കേട്ടോ. ഉമ്മ ഓരോ പണിയെടുക്കുമ്പോൾ വീട് അടിച്ചു വരുമ്പോ ഉമ്മ വരും, ഉപ്പരിക്കെന്താ ഉപ്പരിങ്ങനെ പറഞ്ഞ പോയപ്പോലെ ഞാൻ തന്നെ ആശുപത്രിയിൽ പോട്ടെ, ഞാൻ തന്നെ റേഷൻ കടയിൽ പോട്ടെ, ഞാൻ തന്നെ അരി വാങ്ങണ്ട്, ഞാൻ തന്നെ ചോറുണ്ടാക്കണ്ട്, ഞാൻ തന്നെ അലക്കണ്ട്, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഓരോ പണിയെടുക്കുന്നു. കുട്ടിക്ക് സ്വഭാവം തുടങ്ങി. കുട്ടിയാണ് നമ്മുടെ സ്വഭാവം ആരെടുത്തിട്ടാവും? മക്കളെടുത്തിട്ടാവും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് നന്മകളൊന്നും ചിലപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഒരു തിന്മ പോലും നമ്മളിൽ നിന്ന് കുട്ടികൾ കണ്ടുപിടിക്കാൻ അവസരം. മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതാണ്. ചില കുട്ടികൾ പറയുന്ന അവസാനത്തെ കുട്ടി കുട്ടികളോട് പറയുക കൗലം മാറൂപ്പ, നല്ല വാക്ക് പറയും, നല്ല വാക്കാണ് പറയുക. നമ്മൾ കവളിൽ ചുംബനം കൊടുക്കും, അത് സ്നേഹത്തിന്റെ ചുംബനാണ്. എന്നാൽ കൽവിൽ ചുംബനം കൊടുക്കണം. കൽവിൽ ചുംബനം കൊടുക്കൽ എങ്ങനെ? നല്ല വർത്തമാനം പറഞ്ഞിട്ട് നല്ല വാക്ക് പറയുക. വാ മോനെ, വാ മോളെ, നമ്മൾ ഭക്ഷണം കഴിക്കാം, നമുക്ക് പോവാം, നമുക്കത് വാങ്ങാട്ടോ. ഈ നമ്മൾ എന്ന് പറയുമ്പോണ്ടോ ചുണ്ട് തമ്മിൽ കൂടിയല്ലേ ചെയ്തത്? മാ പറയുമ്പോ അല്ലേ? ഇനി നിങ്ങളെ ചെയ്യും, ഈ എടുത്തോ, ഈ പോയിക്കോ, ഈ വാങ്ങിക്കോ, എടാ പാടാ പോടാ, എന്താ വിളിക്കുന്നത്? ചുണ്ട് തമ്മിൽ അകല. ചുണ്ട് അകലുമ്പോ കൽബകലും, ചുണ്ടെടുക്കുമ്പോ കൽബകലും. അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കുമ്പോ സ്നേഹമല്ലേ? അല്ലേ? വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് കണ്ട് നമുക്ക് സന്തോഷം അല്ലേ? ചില ആൾക്കാർക്ക് ഈ കിട്ടാൻ വേണ്ടി എത്ര നേരം കാത്തിരിക്കുന്നില്ല, നോക്കണില്ലല്ലോ. ആ ഈ കണ്ട സന്തോഷം അത് സ്നേഹത്തിന്റെ വാക്കാണ്. അമ്മ ഏ ഭാഷയിൽ നോക്കി അമ്മ, ഉമ്മ, മമ്മി ഒക്കെ ഏതാണ്? നിയമമാണ്. മുഹമ്മദുൻ എത്ര നിയമമുണ്ട്? 3 നിയമമുണ്ട്. അത്യൗലാദക്കും നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് 3 എണ്ണമാണ്. നിങ്ങൾ പറഞ്ഞു, 1 ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ നിന്ന് വരുന്ന ആ സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? കുട്ടികളെ നല്ല രീതിയിൽ നല്ല വാക്ക് പറഞ്ഞിട്ട്, സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കുക. 1ാം ക്ലാസ്സിലെ കുട്ടി മദ്രസയിൽ നിന്ന് ഉസ്താദിന് സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുവരും. അങ്ങനെ വീട്ടിലേക്ക് വരെ രംഗുണ്ട്, സ്ലേറ്റൊക്കെ പിടിച്ചിട്ട് സ്റ്റാറ് കിട്ടിയല്ലോ ചാടിയ വരിക. സ്ലേറ്റ് മാത്രമേ കഴിയില്ല, ബാക്കിയൊക്കെ ബാഗിലുണ്ടാവും.
ഉമ്മ എന്താ പറയാ, ആ ഫ്രണ്ട് അടവർക്ക് സ്കൂളിൽ പോകാൻ സമയം ഓട്ടോറിക്ഷ എപ്പോഴും വന്നിട്ട് ചായ കുടിക്കും. ആ കുട്ടിയുടെ ജീവിതത്തിൽ സ്റ്റാർ വാങ്ങുക. എന്താ കാരണം? ആ ഉമ്മ കപ്പ ചെയ്യുന്നത് സ്റ്റാർ കിട്ടിയ നോക്കട്ടെ, സ്റ്റാറൊക്കെ വാങ്ങിയില്ലേ ഉമ്മ ചുമ്മാനൊക്കെ കൊടുത്തിട്ട് പുറത്തൊക്കെ ഉമ്മാന്റെ കുട്ടി നാളെ 2 സ്റ്റാർ വാങ്ങാട്ടോ, ഉമ്മ ഐസ്ക്രീം വാങ്ങി തരാട്ടോ. കുട്ടി അപ്പം പോയിട്ട് ഡ്രസ്സ് മാറും, യൂണിഫോം മാറും, വരും, ചായ കുടിക്കും, ബാഗെടുക്കും, സ്കൂളിൽ പോകും, ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിലോ എനിക്ക് ചായ വേണ്ട, ഞാൻ സ്കൂളിൽ പോകില്ല, ഞാൻ പോകില്ല. കിട്ടേണ്ട അംഗീകാരം, പരിഗണന കൊടുക്കുക, നല്ല സ്നേഹം കൊടുക്കുക, നല്ല വാക്ക് പറയുക, അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴികളിലേക്കായിരിക്കും. കാട്ടട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ 7ാം ക്ലാസ് കഴിയലോടുകൂടെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചു, ഖുർആൻ മുഴുവനും പഠിച്ചു. അതിനൊക്കെ നല്ല പരിഗണന. ഈ പരിഗണനയനുസരിച്ച് കുട്ടികൾക്ക് ഇത് പഠിക്കാനുള്ള അവസരം എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. ഞാൻ എന്താ പറയുന്നത്, ഒരു കുട്ടിക്ക് 1.5 മിനിറ്റ് ക്ലാസ്സിൽ കിട്ടുക, ഖുർആന്റെ പീരീഡ് 1.5 മിനിറ്റ് കിട്ടുക, ഒരു ഉസ്താദിൽ നിന്ന് കുട്ടിക്ക് കിട്ടാനുള്ള അവകാശം, അല്ലാതെ സമയം. എന്നാൽ കൂടുതൽ സമയം എടുത്ത് പഠിക്കുന്നത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് ഓതി പഠിക്കണമെങ്കിൽ ഉമ്മ പിന്നെ വാട്സപ്പിലാണ്, വാപ്പ ഫേസ്ബുക്കിലാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഒരു 10 മിനിറ്റെങ്കിലും വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് കൊട്ടാവുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മുടെ വീട്ടിലുണ്ടോ? കുട്ടികൾ ശീലിക്കും. നമ്മളങ്ങനെ പത്രം വായിച്ച് പിന്നെ മുമ്പായിട്ട് തിരിക്കും. ഉമ്മ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങളോട് മല്ലിടും. എന്നിട്ട് മക്കൾ പഠിക്കില്ലേ? കാര്യമില്ല. അവരുടെ കൂടെ നമ്മൾ വേണം. അവർ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം. നമ്മൾ അവരോട് കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കണം, പഠിക്കാനുള്ള കഴിവ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഖുർആനൊക്കെ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമുക്കിപ്പോൾ അത് അറിയില്ലല്ലോ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരു പുതിയ പദ്ധതി ഈ പ്രാവശ്യം നടപ്പിൽ വരുത്തുമ്പോൾ രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ്, ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള പല കോഴ്സുകളും നടത്തി. 40 ദിവസത്തെ ഹിസ്ബുൽ ക്ലാസ്, 40 ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്, അതിനുശേഷം തഹ്സീനുൽ ഖിറാഅ 12 ദിവസം, പിന്നെ 6 ദിവസം. ഇതൊക്കെ കൊടുത്തതും കുട്ടികൾക്ക് ക്ലിയർ ആവുന്നില്ല, കിട്ടുന്നില്ല. എന്താ കാരണം? ഈ പറഞ്ഞ സമയമാണ് ഉസ്താദുമാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കി സമയം എവിടെയുള്ളത്? കുട്ടികൾക്ക് രക്ഷിതാക്കളെടുത്തുള്ളത്, വീട്ടിലുള്ളത്. കുറച്ചധികം സമയം പഠിപ്പിക്കാൻ ആരാണ്? രക്ഷിതാക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, ഫിസിക്സിൽ മാർക്ക് കുറവാണെങ്കിൽ ട്യൂഷൻ കൊടുക്കുന്ന നമ്മൾ, ഖുർആൻ മാർക്ക് കുറവാണെങ്കിൽ ട്യൂഷൻ കൊടുക്കോ? ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളെ പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതാനുള്ള ഒരു പരിശീലനമെങ്കിലും നമ്മൾ ഉണ്ടാക്കി. രണ്ട് കാര്യമാണ്. അപ്പോ അതിനുള്ള ഒരു സംവിധാനമാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി 6 ദിവസത്തെ തഹ്സീനുൽ ഖിറാഅ ഒരു കോഴ്സ്. ശനി മുതൽ വ്യാഴം വരെ 2 മണിക്കൂർ വീതം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട്. അത്യാവശ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ തജ്വീദിന്റെ നിയമങ്ങളും സൂറത്തുൽ ഫാത്തിഹയെങ്കിലും തെറ്റുകൂടാതെ ഓതാനും അത്തഹിയ്യാത്ത് പോലെയുള്ള പരിശീലിക്കാനും ഒക്കെ ഒരു കോഴ്സാണ്. ഇതേപോലെ രക്ഷിതാക്കൾ തയ്യാറായാൽ, 30 ആളുകൾ ഒരു നാട്ടിൽ പഠിക്കാൻ തയ്യാറായാൽ അവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ബോർഡ് അതിന് പ്രഗത്ഭനായ മുജദ്ദിദിനെ അഥവാ ഖുർആൻ പാരായണ പരിശീലനം നൽകുന്ന ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുന്ന പരിശീലകരെ നമുക്ക് അയച്ചു തരും. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടത് സ്ത്രീകളാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ അവർക്ക് ലേഡീസ് ഫാക്കൽറ്റി തന്നെ ഉണ്ട്. സ്ത്രീകളെ തന്നെ ടീച്ചർമാരെ അയച്ചു തരും. അവർ വന്ന് ക്ലാസ് എടുക്കും. 6 ദിവസത്തെ ക്ലാസ്.
അത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റും കിട്ടും. ഏറ്റവും ചെറിയത് ഫാത്തിഹയെങ്കിലും തെറ്റും കൂടാതെ ഓതാൻ കഴിയും. നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഫാത്തിഹ ഓതാൻ അറിയില്ലേ, എന്താ കുഴപ്പം? എല്ലാവരും അള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹ് അള്ളാഹ് എന്ന് പറയും. നാളോടെ ചെയ്യണത് അള്ളാഹ് നാളോട് മുമ്പോട്ട് വരുന്നില്ലേ അല്ലേ? ഇനി അല്ല എന്ന് പറഞ്ഞ് ബിസ്മില്ലാ അൽഹംദുലില്ലാ. ആ അല്ല എന്ന് പറയുന്നിടത്താണോ അള്ളാഹ് എന്ന് പറയുമ്പോഴുള്ളത്? അല്ല അല്ലേ? അതിനെ തെറ്റ്. നമുക്ക് ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ഒരേ സാധനമാണ്. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ശബ്ദം കുറയുന്നു, സുബ്ഹാനല്ലാഹ് എന്ന ശബ്ദം കനം കൂടുന്നു. ഉച്ചാരണം ഒരേ സ്ഥലത്താണ്. അവിടെ തന്നെ നമുക്ക് തെറ്റി. അള്ളാഹ് പോലും ശരിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഫാത്തിഹയില്ലാതെ നിങ്ങൾ ആലോചിച്ചോണ്ടി, ഫാത്തിഹ നമ്മൾ ഓതണ്ടേ? നിസ്കാരത്തിൽ 17 തവണ ഓതണ്ടേ? ഇല്ലേ ഇല്ലേ ഇല്ലേ? റമദാനിലാണെങ്കിൽ 20 റക്അത്ത് തറാവീഹ്, 17 20 എത്രയായി? 17 3 20 40 10 റക്അത്ത് അല്ലാത്ത സുന്നത്ത് നിസ്കരിക്കൂലേ? 50 ഫാത്തിഹ ചുരുങ്ങിയത് ഒരു ദിവസം ഉള്ളൂ ഇല്ലേ ഇല്ലേ? ഫാത്തിഹയിൽ എത്ര ഹർഫുണ്ട്? എത്ര അക്ഷരമുണ്ട് ഫാത്തിഹയിൽ? ഇത്രയും കാലങ്ങൾ ഫാത്തിഹ എഴുതിയിട്ട് എത്ര ഫാത്തിഹയിൽ ഇവിടെ ഓതിപ്പോയി അറിയോ? 156 ഹർഫുകൾ കിട്ടും. മൊത്തം ശബ്ദവും അടക്കം എത്ര? 156. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം 10 ഹർഫ്. 10 ഹർഫിന്റെ പ്രതിഫലം 10 നന്മ ചെയ്ത കൂലിയാണ്. ഇതാർക്കാണ്? വുളൂ ഇല്ലാതെ ഓതുന്നവർക്കാണ്. ഇപ്പൊ ഫാത്തിഹ യാസീനൊക്കെ നമുക്ക് കാണാതെ അറിയാം. അതിന് മുസ്തഫിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ വുളൂ ഇല്ലാതെ ഓതും. അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഒരു ഹർഫിന് 10 ഹർഫിന്റെ പ്രതിഫലം. വുളൂവോട് കൂടിയാണെങ്കിൽ 25. ഇനി നിസ്കാരത്തിനാണ് ഓതുന്നതെങ്കിൽ, ഇരുന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ 50, നിന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ 100. ഇതാരെ പറഞ്ഞതാ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രതിഫലം കിട്ടുക. 156 ഹർഫ് ഫാത്തിഹയിൽ ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതിയാൽ 126 156 into 100 എത്രയായി? 15,600 ഒറ്റ ഫാത്തിഹക്ക്. നിസ്കരിക്കുന്ന 4 ഫാത്തിഹ ഓതണം അല്ലേ? ദിവസത്തിൽ 17 ഫാത്തിഹ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് നന്മകൾ ചെയ്ത പ്രതിഫലം നമുക്ക് ഫാത്തിഹ സൂറത്തിൽ നിന്ന് മാത്രം കിട്ടണമെങ്കിൽ അപ്പോ തജ്വീദ് അനുസരിച്ച് തെറ്റില്ലാതെ ഫാത്തിഹ ഓതിയാലേ കിട്ടുള്ളൂ. ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതുന്നതിലേക്ക് കുറ്റക്കാരനാവും. അല്ലാഹു തആല തജ്വീദ് അനുസരിച്ച് ഓതാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ തജ്വീദ് പഠിക്കണ്ടേ, ശരിയായ രീതിയിൽ ഓതണ്ടേ? അതിനാണ് ഈ 6 ദിവസത്തെ കോഴ്സ്. ചുരുങ്ങിയത് അടിസ്ഥാനപരമായിട്ടെങ്കിലും തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ ഫാത്തിഹയെങ്കിലും തെറ്റില്ലാതെ ഓതാനും പരിശീലിക്കാം. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഴിവുണ്ടാക്കിയെടുക്കാം. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, ക്ലാസ് നടത്താൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളെ നല്ല രീതിയിൽ ഊട്ടി വളർത്താൻ അതിൻ്റെ മാതൃകാ യോഗ്യരായി മാറാൻ ശ്രമിക്കുക. 1 രക്ഷിതാക്കൾ മാതൃകാ യോഗ്യരാവുക. 2 കുട്ടികൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുക. മാനസിക വൈകല്യം, ശാരീരിക വൈകല്യം, ചിന്താപരമായ വൈകല്യം, ഇതിൽ ഏതെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹറാമായ ഭക്ഷണം കഴിച്ച് വളരുന്നവരിൽ എന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. ശരീരം സമയത്തായതുകൊണ്ട് 3 കുട്ടികൾക്ക് നല്ല സ്നേഹവും പരിഗണനയും കൊടുക്കുക. 4 കുട്ടികളെ കുടുംബ ബന്ധങ്ങൾ പരിചയപ്പെടുത്തുക. കുടുംബക്കാരെ പരിചയപ്പെടുത്തുക. കുട്ടികൾക്ക് അറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ പലരെ അറിയും. ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടാവും, പരിചയം ഉണ്ടാവും. ലണ്ടനിലുള്ള ആൾക്കാരോട് ചായ കുടിച്ചോ ചോദിക്കും, ഉമ്മാനോട് ചായ കുടിച്ചോ ചോദിച്ചിട്ടുണ്ടാവില്ല. വലിയ വിഷയമാണ്. കുട്ടികൾക്ക് കുടുംബം അറിയില്ല.
കുടുംബക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, അധികവും അവതാരം കുട്ടികൾക്ക് നല്ല അകത്ത് നല്ല ശീലം ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ അതുണ്ടോ? സ്കൂളിൽ പോയി കുട്ടികൾ വരുന്ന കുട്ടി ബസ്സിൽ ഇങ്ങനെ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് വാപ്പ വഴിയിൽ ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയ സമയത്ത് പാപ്പാനെ കണ്ടപ്പോൾ കുട്ടി ഒറ്റ ഉറക്കം ഉറങ്ങി. ക്ഷീണായി, സ്കൂളിൽ പഠിച്ചു വരികയാണല്ലോ, ഒറ്റ ഉറക്കം ഉറങ്ങി. ബസ് ഇറങ്ങാനായപ്പോ ബാഗ് തോന്നിട്ടപ്പോ പാപ്പാനെ അപ്പതിലുണ്ടെങ്കിൽ അപ്പോഴെ കയറിയത്. എനിക്ക് ഉറക്കം ഇറങ്ങിയത് ഒത്തു മുമ്പാണ് ഞാൻ കയറിയത്. കുട്ടികൾ അതൊക്കെ ഇങ്ങനെയാണ് ഇപ്പോ. ആരോടും പാപ്പാനോടും ഇല്ല ഉമ്മാനോടും ഇല്ല. അതത് ചെറുപ്പത്തിലേ കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല അതവ് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള ചുരുങ്ങിയ ഒരു അതവ് ചെറുപ്പത്തിൽ കൊടുക്കേണ്ട അതവാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കയ്യിൽ തന്ന നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം ഓർമ്മിക്കുക, റബ്ബർ പന്തിട്ട് ചുമതലകളിലേക്ക് ഇറങ്ങിയാൽ എന്താ സംഭവിക്കുക? നവിക ഇങ്ങോട്ട് വരും. മക്കളോട് തന്നെ പറഞ്ഞു കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കുക, ജീവിതത്തിൽ ഉണ്ടാക്കുക, എന്നിട്ട് മക്കളോട് പറയാൻ വേണ്ടി ശ്രമിക്കുക. അത് ചട്ടയിൽ രണ്ട് ഭാഗത്തും ഒരു 10 ചോദ്യം വീതം 20 ചോദ്യം ഉണ്ടാകും. ശരി ഉത്തരം എല്ലാത്തിനും കിട്ടിയ 200 മാർക്ക് ഉണ്ടാകും. 200 മാർക്കിന് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല രക്ഷിതാവാണ്. വേറെ ക്ലാസ് ആവശ്യമില്ല. 200 മാർക്ക് കിട്ടുമില്ലേ, അത് കിട്ടാനുള്ള വഴിയില്ലാത്തവരുണ്ടാകും. അത് മനസ്സിലാക്കി ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു ബുക്ക് തന്നു, നിങ്ങൾക്കൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ജമിയത്തുൽ മുഫത്തിശീൻ അതുപോലെ തന്നെ നമുക്ക് മദ്രസയിൽ സംവിധാനിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഈ വർഷം മുതൽ 1ാം ക്ലാസ്സിലേക്ക് വിദ്യാഭ്യാസ ബോർഡ് ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠങ്ങൾ ഓരോന്നും ഡിജിറ്റലായിട്ട് കാണിച്ചു കൊടുക്കാം. ഓരോ പാഠങ്ങളും അതിലാവശ്യമായ ചിത്രങ്ങൾ, അതിന് വേണ്ട വീഡിയോസ്, അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം, എങ്ങനെ വായിക്കാം എന്നൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്കിവിടെ വേറെയുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള വീഡിയോ LCD പ്രൊജക്ടറോ നല്ല TV എങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ സംവിധാനം ഒരുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ ബോർഡ് അതിലേക്ക് ആവശ്യമായ മൊഡ്യൂളുകൾ സെറ്റ് ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് തരും. അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാഠങ്ങൾ കാണിച്ചു കൊടുക്കാം. ആ കുട്ടികൾ പഠനം കൂടി മനോഹരവും ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കും. കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക, പിന്നെ ആസ്വദിച്ച് പഠിക്കുക. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ അതിന് എന്താ വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് അതിലൊരു ഫണ്ടൊക്കെ ഒന്ന് കണ്ടെത്തണം. ഒരു TV സംവിധാനിക്കാൻ, അതുപോലെ അതിൻ്റെ ഇത് പിന്നെ അതിൻ്റെ മൊഡ്യൂൾ നമുക്ക് സെറ്റ് ചെയ്താൽ 3600 രൂപ ഓഫീസിൽ അടച്ചാൽ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് പെൻഡ്രൈവ് തരും. പിന്നെ അത് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും, നമുക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തുള്ള രണ്ടാം ക്ലാസ്സിലേക്കുള്ളത് അത് നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ് അപ്ഡേറ്റ് ആകുമ്പോൾ അത് ചെയ്തു തരും. അത് നിങ്ങൾ ശ്രദ്ധയിലുണ്ടാവുക. ആവശ്യമായ കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ജമിയത്തുൽ മുഫത്തിശീൻ ബഹുമാനപ്പെട്ട മുഫത്തിശ് ഉസ്താദ് നിങ്ങൾക്ക് അറിയാലോ. മുഫത്തിശ് ഉസ്താദ്മാരൊക്കെ പ്രായ ഉസ്താദ്മാരൊക്കെയാണ് എപ്പോഴും ജോലിയിലെ. ഇപ്പോൾ ഞങ്ങളെപ്പോഴും ചെറുപ്പക്കാരൊക്കെ കയറിയിട്ടില്ല. ഓൺലൈനായി സിസ്റ്റമൊക്കെ മാറി. അപ്പം പിന്നെ ചെറുപ്പക്കാരെ ഉസ്താദ്മാരെ കയറി. എന്നാലും നിലവിൽ ഒരുപാട് പ്രായ ഉസ്താദ്മാർ സർവീസിലുണ്ട്. അങ്ങനെ രോഗികളാണ്, പ്രയാസമുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചികിത്സാ സഹായം മറ്റൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേമനിധിയുടെ ഒരു ഫണ്ട് നിങ്ങളുടെ പിഴവ് ചോദിക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുക്ക് ഞാൻ സന്തോഷത്തോടെ തന്നു. എന്തെങ്കിലുമൊക്കെ സന്തോഷത്തോടെ നിങ്ങൾ അതിലേക്ക് തന്നാൽ സന്തോഷം. നിർബന്ധിക്കുന്നില്ല ആരെയും. സംസ്ഥാനം കൈ കൊടുത്താൽ മതി, ഇപ്പോൾ തരണമെന്നില്ല. ഇപ്പോൾ ഇല്ലാത്തത് നാളെ കുട്ടികൾക്ക് കൊടുത്തയച്ചാലും മതി എന്ന് കൂടി ഉറപ്പെടുത്തി അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും, നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.